ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പോയതിൻ്റെ ഓൾറെഡി വിഷമത്തിലാണ് അമ്മമ്മ. അപ്പോൾ ഞാനും കൂടി പോകാമെന്ന് പറഞ്ഞപ്പോൾ വിഷമം ഇരട്ടിച്ചു വിട്ടു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ജാനക്കുട്ടി എനിക്ക് ഭയങ്കര കുറുമ്പത്തിയിരിക്കുന്നു. പാറക്കുട്ടീനെ കടിച്ചിട്ട് അവൾക്ക് വേദനയായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതെന്നോട് പറയട്ടെ പാറക്കുട്ടി. എത്താത്ത കൊമ്പിൻ കിളിനാദം കേട്ടു പാടേണം. മോഹങ്ങളെല്ലാം കൊതി തീരും മുമ്പ് നേടേണം. ഇനി കണ്ണീരൊന്നും വേണ്ട, മനം പൊള്ളും നോവും വേണ്ട. അരികത്തായെന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ. വിങ്ങും നിൻസുടുക്കിൽ തിരയാ താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. ഞാനാം പൂമരത്തിൻ വളരും കുഞ്ഞുമുട്ടി, മെല്ലെ പൂവിടു നീ വസന്തം കാത്തിരിപ്പൂ. അപ്പം നല്ല മഴയുണ്ട് തന്നെ. പിള്ളേർ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ മഴയത്താണ് കേട്ടോ. അപ്പോൾ വാതിൽ അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പേടിക്കേണ്ട വെച്ചിട്ട് നമ്മൾ വീണ്ടും വാതിലൊക്കെ അടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് പറഞ്ഞത് പിന്നെ ശ്രീക്കുട്ടി ചേച്ചി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ വാതിലൊക്കെ തുറന്ന് പുറത്തിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ അവസ്ഥ. ഞാൻ അമ്മമ്മോട് സംസാരിക്കാനായിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോഴേക്കും അമ്മമ്മ കരഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ വീഡിയോ ഓഫാക്കിയിട്ടാണ്. എന്താ ചെയ്യാൻ, അമ്മമ്മ വിഷമിക്കുന്നതിനേക്കാൾ ഇരട്ടി നമ്മളും വിഷമിക്കുന്നുണ്ട് കേട്ടോ. ഞാനത് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാറില്ല. ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ എനിക്കെപ്പോഴും നെഞ്ചിലൊരു കനാണ്. ഞാനത് എവിടെയായാലും അതെ, ഞാൻ പുറത്ത് കാണിക്കാത്ത ഒരാളാണ് കേട്ടോ എൻ്റെ വിഷമം. എൻ്റെ അമ്മ അങ്ങനെ തന്നെയാണ്. ഇമോഷനായിക്കോട്ടെ, അതുപോലെ സ്നേഹമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, എന്തായാലും അമ്മ അധികം എക്സ്പ്രസ് ചെയ്യില്ല, പുറത്ത് കാണിക്കില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാനും. എൻ്റെ വിഷമം ഞാൻ എപ്പോഴും ഉള്ളിലൊതുക്കാറാണ് പതിവ്. ഞാനങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഏട്ടൻ്റെ അടുത്ത് മാത്രമായിരിക്കും കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഏട്ടൻ്റെ മുമ്പിൽ വെച്ച് മാത്രമായിരിക്കും. അപ്പോൾ ഞാനും ഇങ്ങനെ വിഷമമൊക്കെ അങ്ങനെ ഉള്ളിലൊതുക്കിയിട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാനാവില്ലേ, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ. കുറച്ചിപ്പോൾ എല്ലാവരും ഉണ്ടായിട്ട് പെട്ടെന്ന് ഓരോരുത്തരായിട്ട് പോയി. അപ്പോൾ അവരുടെ അവസ്ഥ വല്ലാത്തൊരു കഷ്ടമാണ്. ഇനിയിപ്പോൾ ആരുമില്ല, അവർ രണ്ടുപേരും അമ്മയും മേമയും മാത്രമായിട്ട് ചുരുങ്ങി. അമ്മ വർക്കിന് പോകുന്നുണ്ട്, മേമയും അമ്മമ്മയും മാത്രമാവും. പിന്നെ മേമ നാളെ തൊട്ട് പണിക്ക് തുടങ്ങും, പണിക്ക് പോവും. അപ്പോൾ അമ്മമ്മ മാത്രമാവും. അപ്പോൾ ഒറ്റപ്പെട്ടൊരു ലൈഫല്ലേ അവർക്ക്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വിഷമമൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കൂടുതലായിട്ടും കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ചേച്ചീനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ശ്രീക്കുട്ടി ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാറക്കുട്ടി കുറച്ച് ദിവസം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ കൊണ്ടുപോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പാറക്കുട്ടിക്കാണെങ്കിൽ പാൽ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പാലൊക്കെ അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ പാറക്കുട്ടിക്ക് കൊടുക്കാമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേച്ചി വന്നത്. അപ്പോൾ ചേച്ചി വന്നപ്പോൾ പാറക്കുട്ടി വേഗം ഓടിയിട്ടാണ്. കാരണം അമ്മയെ കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായല്ലോ. അപ്പോൾ നമ്മുടെ ജാനക്കുട്ടി ഓടുന്നുണ്ട്. അവൾക്ക് എന്തൊക്കെയോ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓട്ടമാണ് കേട്ടോ നമ്മുടെ ജാനക്കുട്ടിയുടെ. അപ്പോൾ ചേച്ചി അങ്ങനെ വന്നു. അപ്പോൾ ഗൈസ്, പാറക്കുട്ടി പോയിട്ട് അവൾ പാലൊന്നും കുടിക്കാൻ നിന്നില്ല കേട്ടോ. ബിസ്ക്കറ്റ് 2 കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് പോയി. അതെനിക്ക് സത്യം പറഞ്ഞാൽ വിഷമാക്കിയിട്ടാണ്. കുട്ടി പാൽ ചോദിച്ചിട്ട് കൊടുക്കാനും പറ്റിയില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ വന്നത്. അപ്പം അച്ഛൻ വന്ന് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു.